ഹായ്, വെൽക്കം ടു Fscookeryvlogs. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലബാർ പത്തിരിയാണ്. ഇപ്പോൾ റംസാനൊക്കെ വരികയല്ലേ, അതിൻ്റെ സ്പെഷ്യലായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. മിനിറ്റുകൾ കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ടാണ് ഞാനിതിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് ഇതുപോലെ വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഞാൻ ഒരു തടിത്തവി വെച്ചിട്ടാണ് കേട്ടോ, അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഇതുപോലെ ഇളക്കിയെടുക്കുന്നത്. പൊടി ഇട്ട് കൊടുക്കുന്ന ആ ഒരു ടൈം മുതൽ നമുക്ക് ആ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് നല്ല രീതിയിൽ ഒന്ന് കിണ്ടിയെടുക്കണേ. ഇപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിതട്ടി വേണം ഇളക്കി കൊടുക്കാനായിട്ട്, എന്നാലേ എല്ലായിടത്തും ഒന്ന് മിക്സായി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ മാവ് വേവാണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 3-4 മിനിറ്റ് ഒന്ന് വിരവിയെടുക്കുക. ചെറിയ ചൂടുണ്ട് കേട്ടോ ഇപ്പോഴും. അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ വിരവിയിട്ട് വെച്ചിട്ടുണ്ട്. 3-4 മിനിറ്റ് മാത്രമാണ് ഞാൻ വിരവിയെടുത്തിട്ടുള്ളത്, അല്ലാതെ കൂടുതൽ സമയമൊന്നും വിരവിയെടുത്തിട്ടില്ല. ഇനിയെല്ലാം ഞാൻ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രസ് എടുക്കുക. ഈ പ്രസ് എല്ലാവരുടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിയുടെ ആ ഒരു പലകയും റോളറും മാത്രം മതി കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. ചപ്പാത്തി ഉണ്ടാക്കും പോലെ തന്നെയാണ് ഇതിലും അങ്ങനെ തന്നെയാണ്. കുറച്ച് പത്തിരിപ്പൊടിയിൽ ഡിപ്പ് ചെയ്യുക, അതിനുശേഷം ഈ മാവ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. വളരെയധികം ഈസിയാണ് ഈ ഒരു മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്താ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. വലിയൊരു പൂരിയുടെ അത്രയും സൈസ് മാത്രമേ ഉള്ളേ. അപ്പോൾ ഇനി അടുപ്പത്തോട്ടൊരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഈ പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പത്തിരിയുടെ ഒരു സൈഡ് ആയി വരുമ്പോൾ മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ കളർ ചേഞ്ച് വരും കേട്ടോ. പത്തിരിയുടെ മുകളിൽ ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് വരും, ഒരു വൈറ്റിഷ് പോലെ വരും. അത് മറുസൈഡ് കുക്കായിട്ടുണ്ടാണെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോഴേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പത്തിരി ഇങ്ങനെ പഫായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പോൾ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. സാധാരണഗതിയിൽ ഇത് തേങ്ങാപ്പാലിൽ ഡിപ്പ് ചെയ്തിട്ടാണ് സർവ് ചെയ്യുന്നത്. ഏകദേശം 2 മിനിറ്റോളം ഇത് മുഴുവനായിട്ടും തേങ്ങാപ്പാലിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ഏത് കറിയുടെ കൂടെയാണോ സർവ് ചെയ്യാൻ താല്പര്യമുള്ളത് ആ കറിയുടെ കൂടെ സർവ് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ ഇന്ന് ചിക്കൻ ചുക്കയുടെ കൂടെയാണ് കേട്ടോ സർവ് ചെയ്യുന്നത്. ചിക്കൻ ചുക്കയുടെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ട്രൈ ആക്കി നോക്കണേ. ഇതാ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പത്തിരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കുകയും വേണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റംസാന് ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.